ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടാവുന്നത് നല്ലതല്ലെങ്കിലും ഒരു പരിധിക്കപ്പുറം ആരെങ്കിലും തങ്ങളെ ദ്രോഹിക്കാൻ വന്നാൽ നോക്കിയിരിക്കാൻ പറ്റില്ല എന്നതിനുള്ള ഉദാഹരണമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടി. ഇതോടെ നാളുകളായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ഒരു തക്ക മറുപടി കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ പക്ഷമാണ് ശരിയെന്ന മട്ടിൽ ലോകവുമായി ആശയങ്ങൾ കൈമാറിയിരുന്നു. ഇപ്പോഴിതാ സിംഗപ്പൂരിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ സമ്മേളനമായ ഷാങ്ഗ്രി-ല ഡയലോഗിൽ പരസ്പരം മുന്നറിയിപ്പുകൾ കൈമാറിയിരിക്കുകയാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകമെമ്പാടുമുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഷാങ്ഗ്രി-ല ഡയലോഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ മുന്നോട്ട് വെച്ച നിലപാട് ഈ സമ്മേളനത്തിലും ആവർത്തിക്കുകയുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. ഭീകരർക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ നിലപാടിനെ രാജ്യാന്തര വേദികളിൽ ഇന്ത്യ തുറന്നുകാട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സിംഗപ്പൂരിൽ അന്താരാഷ്ട്ര സുരക്ഷാ സമ്മേളനം നടന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനും പാകിസ്ഥാനിൽ നിന്നുള്ള ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയുമാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇരുവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പരസ്പരം മുന്നറിയിപ്പുകൾ കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ജനറൽ അനിൽ ചൗഹാൻ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സാധാരണക്കാരെ ലക്ഷ്യമിടാതെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പ്രതിരോധത്തിൽ പുതുചരിത്രം കുറിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്കെതിരെ പുതിയൊരു ചുവപ്പ് വര വരയ്ക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തതെന്ന് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞു. സൈനിക തലത്തിലാണ് ഈ പ്രത്യേക ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. അത് എതിരാളികൾക്ക് ചില പാഠങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് താൻ കരുതുന്നത്. ഇന്ത്യയുടെ സഹിഷ്ണുതയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് അവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അനിൽ ചൗഹാനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 2 പതിറ്റാണ്ടിലേറെയായി ഭീകരരുടെ ഈ നിഴൽ യുദ്ധത്തിന് ഇന്ത്യ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ധാരാളം ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇതിനൊരു അറുതി വേണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടന്ന ഉന്നത പ്രതിരോധ സമ്മേളനത്തിൽ ഇന്ത്യ പാക് സംഘർഷം മറ്റു രാജ്യങ്ങൾക്കിടയിലും പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധ നേടിയതായിരുന്നു. സംഘർഷങ്ങൾ പരസ്പരം പരിഹരിക്കപ്പെടേണ്ട ആവശ്യകത പാകിസ്ഥാൻ ജനറൽ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ദക്ഷിണേന്ത്യയിൽ സമാധാനം നിലനിർത്താൻ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് പാകിസ്ഥാൻ ജനറൽ വാദിച്ചത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാതൽ കാശ്മീരാണ്. സംഘർഷം പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് വിനാശകരമായി മാറുമെന്നും പാകിസ്ഥാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. US, UK, തുർക്കി, ചൈന, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ ഇടപെടലിലാണ് സംഘർഷം അവസാനിച്ചതെന്നും മിർസ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും കാശ്മീരിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു തലയില്ലാത്ത ഇന്ത്യയെ ഒരു ഇന്ത്യനും ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കെ സ്വയം സജ്ജരായിരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇന്ത്യക്ക് ചെയ്യാനില്ല എന്ന് വേണം പറയാൻ.